കുപകരങ്ങളോടെ കർത്താവിനെ കണ്ണു തുറന്ന് കണ്ടുകൊണ്ട് ഹൃദയം കൊണ്ട് ദൈവത്തെ ആരാധിക്കാം. ഈ നിമിഷങ്ങളിൽ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതും കർത്താവിൻ്റെ സ്നേഹമല്ലേ. ഈശോയെ, നിന്നെ ആരാധിക്കാൻ ഒരുമിച്ച് കൂടിയിരിക്കുന്ന മക്കളാണ്. ഇവിടെ പ്രയാസങ്ങൾ, പ്രതിസന്ധികളൊക്കെ എത്രമാത്രം വലുതാണെന്ന് തമ്പുരാനെ നിനക്കറിയാം. ഇവർ കടന്നു പോകുന്ന ജീവിതത്തിന്റെ ദുഃഖങ്ങൾ, ദുരിതങ്ങൾ, സ്വകാര്യ ജീവിതത്തിന്റെ എല്ലാ നൊമ്പരങ്ങളും എന്താണെന്ന് തമ്പുരാനെ നിനക്കറിയാം. എത്ര വലുതാണെന്ന് നിനക്കറിയാം. ഈശോയെ, ഇവിടെ കുടുംബാംഗങ്ങൾ, കുടുംബവുമായി ബന്ധപ്പെട്ട് നേരിട്ട് കൊണ്ടിരിക്കുന്ന അസ്വസ്ഥതകളും ബുദ്ധിമുട്ടുകളും എന്താണെന്നും അതെത്ര വലുതാണെന്നും ദൈവമേ നിനക്കറിയാം. വചനത്തിൽ നീ പറഞ്ഞിട്ടുണ്ടല്ലോ, ഞങ്ങളുടെ പ്രശ്നങ്ങൾ എത്ര വലുതാകട്ടെ, ആ പ്രശ്നങ്ങളുടെ നടുവിൽ നിന്നെ ഞങ്ങൾ ആരാധിക്കുമ്പോൾ, നിന്നെ ഞങ്ങൾ സ്തുതിക്കുമ്പോൾ, നിന്നെ ഞങ്ങൾ പ്രകീർത്തിക്കുമ്പോൾ, നിനക്ക് വേണ്ടി ഒരു പുതിയ കീർത്തനം ഞങ്ങൾ ആലപിക്കുമ്പോൾ സ്വർഗം വിട്ട് ഭൂമിയിലേക്ക് നീ ഇറങ്ങി വരുന്നു. ദൈവമേ, ഈ ആരാധനയുടെ നിമിഷങ്ങളിൽ ഞങ്ങളുടെ ജീവിതം നിന്റെ മുമ്പിൽ ബലിയായി സമർപ്പിച്ച് നിന്നെ ഞങ്ങൾ ആരാധിക്കും. ഇന്നോളം ഞങ്ങളുടെ ജീവിതത്തിൽ നീ ചെയ്ത വൻകാര്യങ്ങളെ ഓർത്തുകൊണ്ട് ഹൃദയം കൊണ്ടൊരു പുതിയ കീർത്തനം ഞങ്ങൾ ആലപിക്കുന്നു. ദൈവത്തെ ആരാധിക്കുന്ന ഒരു പുതിയ കീർത്തനം, ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ഒരു പുതിയ കീർത്തനം. ഈ നിലകളിൽ എൻ്റെ ജീവിതത്തിൽ ദൈവം ചെയ്ത അത്ഭുതങ്ങളെ വിവരിച്ചു കൊണ്ടുള്ളൊരു പുതിയ കീർത്തനം ഇതാ ഞാൻ ആലപിക്കുന്നു. ദൈവമേ, എൻ്റെ മക്കളുടെ ജീവിതത്തിൽ, എൻ്റെ സ്വകാര്യ ജീവിതത്തിൽ, എൻ്റെ ബിസിനസ് മേഖലകളിൽ, എൻ്റെ പഠന മേഖലകളിൽ കർത്താവേ നീ ചെയ്ത വൻ കാര്യങ്ങളുണ്ടല്ലോ, അത്ഭുതങ്ങളുണ്ടല്ലോ, അതെല്ലാം ഓർത്ത് ഒരു പുതിയ കീർത്തനം ഇതാ ഞാൻ ആലപിക്കുന്നു. തുറന്നു പിടിച്ചിരിക്കുന്ന കരങ്ങൾ ഈശോയിലേക്ക് നീട്ടിപ്പിടിച്ച് കർത്താവിനെ ആരാധിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. എഴുന്നേറ്റ് നിൽക്കേണ്ടവർക്ക് ഈ നിമിഷം എഴുന്നേറ്റ് നിൽക്കാം. കരങ്ങൾ ഈശോയിലേക്ക് നീട്ടിപ്പിടിക്കാം. ഇത് ദൈവത്തെ ആരാധിക്കുന്ന നിമിഷമാണ്. ഇത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന നിമിഷമാണ്. സ്വർഗീയ വൃന്ദങ്ങളോട് ചേർന്ന്, മാലാഖമാരോട് ചേർന്ന് ഈ ദിവസം ദൈവം ചെയ്ത എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന നിമിഷമാണ്. ഈ ദിവസത്തിലും ദൈവത്തിനിടം കൊടുക്കണ്ടേ? ഈ ദിവസം വിജയപ്രദമാകണമെങ്കിൽ ഈ ദിവസത്തിലും ദൈവത്തിനൊരു സമയം കൊടുക്കണ്ടേ? തമ്പുരാനെ, ഇതാ ഈ നിമിഷങ്ങൾ നിന്നെ ആരാധിക്കുന്ന നിമിഷം. എല്ലാ ദിവസവും നിന്റെ മുമ്പിൽ ഞങ്ങൾ ചെലവഴിക്കുന്ന നിമിഷമാണ്. തമ്പുരാനെ, ഈ നിമിഷങ്ങളെ ഓർത്ത് നന്ദി പറയുന്നു. നിന്റെ സാന്നിധ്യത്തെ ഓർത്ത് നന്ദി പറയുന്നു. ഇന്നോളം കൈപിടിച്ച നിന്റെ കാരുണ്യത്തിനും സ്നേഹത്തിനൊക്കെ നന്ദി പറയുന്നു. ദൈവമേ, ഞങ്ങൾ എത്രമാത്രം പാപികളാണെന്ന് ഞങ്ങൾക്കറിയാം, എത്രമാത്രം അയോഗ്യരാണെന്ന് ഞങ്ങൾക്കറിയാം. പക്ഷേ നിന്റെ സ്നേഹമുണ്ടല്ലോ, നിന്റെ കരുണാമയമായ സ്നേഹമുണ്ടല്ലോ, അത് വീണ്ടും 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 ഞങ്ങളെ നിന്റെ സ്നേഹത്തിലേക്ക് കൈപിടിച്ചു ഉയർത്തുക. ആ സ്നേഹത്താൽ ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരങ്ങൾ നീട്ടിപ്പിടിച്ച് സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയേ, ആരാധന, ആരാധന. ദൈവമേ, ആരാധന, ആരാധന. യേശുവേ, നിന്നതല്ല നാം, ദൈവം നമ്മെ നിർത്തിയതാ. നേടിയതല്ല, ദൈവമെല്ലാം തന്നതല്ലേ. നടത്തിയ വിധങ്ങൾ ഓർത്തിടുമ്പോൾ നന്ദിയോടെ നാഥന് സ്തുതി പാടിടാം. നടത്തിയ വിധങ്ങൾ ഓർത്തിടുമ്പോൾ നന്ദിയോടെ നാഥന് സ്തുതി പാടിടാം. എഴുന്നേറ്റ് നിന്ന് കരങ്ങളടിച്ച് ദൈവത്തെ ആരാധിച്ചുകൊണ്ട് പാടി പ്രാർത്ഥിക്കാം.
മക്കളെ, നിന്നതല്ല, ഇന്നോളം ദൈവം നമ്മെ നിർത്തിയത്. അത് വിശ്വസിച്ചേറ്റെടുത്ത്. നമ്മുടെ കഴിവ് കൊണ്ടാണോ, നമ്മുടെ അധ്വാനം കൊണ്ട് മാത്രമാണോ ഇന്നോളം നമ്മൾ പിടിച്ചെന്നല്ല. നമ്മുടെ കഴിവിനപ്പുറം ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്തില്ലേ? നമ്മുടെ പ്രവൃത്തികൾക്കപ്പുറം ദൈവം നമ്മുടെ ജീവിതത്തിൽ കൂട്ടിച്ചേർത്തില്ലേ? നമ്മുടെ അധ്വാനത്തിനപ്പുറം ദൈവം നമ്മോട് കരുണ കാണിച്ചില്ലേ? നമ്മൾ നിന്നതല്ല, ദൈവം നമ്മളെ നിർത്തിയതാണ്. ആ സ്നേഹത്തിന് നന്ദി പറഞ്ഞ് ദൈവമേ നിനക്ക് നന്ദി. സ്നേഹത്തെ ആരാധിക്കട്ടെ. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിനു സ്തോത്രം, ഇതുവരെ കരുതിയ രക്ഷകന് സ്തോത്രം. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിനു സ്തോത്രം, ഇതുവരെ കരുതിയ രക്ഷകന് സ്തോത്രം. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരുഹിതം പോൽ. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരുഹിതം പോൽ. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിനു സ്തോത്രം, ഇതുവരെ കരുതിയ രക്ഷകന് സ്തോത്രം. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിനു സ്തോത്രം, ഇതുവരെ കരുതിയ രക്ഷകന് സ്തോത്രം. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരുഹിതം പോൽ. കരങ്ങൾ രണ്ട് ദൈവസനത്തിലേക്ക് ഉയർത്തിപ്പിടിക്കാം. കണ്ണു തുറന്ന കർത്താവിനെ കാണാം. മക്കളെ, ഹൃദയം കൊണ്ട് ദൈവത്തിന് നന്ദി പറഞ്ഞ്, ഇന്നോളം നടത്തിയ വഴികൾക്ക് നന്ദി പറഞ്ഞ് പ്രാർത്ഥിച്ചു. ഇന്നോളം കർത്താവ് ചൊരിഞ്ഞ കാരുണ്യത്തിന് നന്ദി പറഞ്ഞ്, നമ്മുടെ മേൽ മാത്രമല്ല, നമ്മുടെ കുടുംബത്തിന്റെ മേലും കുടുംബാംഗങ്ങളുടെ മേലൊക്കെ ദൈവം ഏർപ്പെടുത്തിയ വലിയ സംരക്ഷണം ഉണ്ടല്ലോ. ഏതെല്ലാം തകർച്ചകളിലേക്ക് നമ്മൾ നിബന്ധിക്കാമായിരുന്നു, എന്തെല്ലാം പ്രശ്നങ്ങളിലേക്ക് നമ്മുടെ ജീവിതം വീഴാമായിരുന്നു, ഏതെല്ലാം പാപത്തിൽ നമ്മുടെ ജീവിതം അധപ്പതിക്കാമായിരുന്നു. എന്നിട്ടും അങ്ങനെയുള്ളതൊന്നും നമ്മുടെ ജീവിതത്തിൽ അരങ്ങേറിയില്ലല്ലോ. ദൈവം കരുണാമയനായി കൂടെ നിന്നത് കൊണ്ടല്ലേ, ദൈവത്തിന്റെ സ്നേഹം കൊണ്ട് നമ്മളെ പൊതിഞ്ഞു പിടിച്ചത് കൊണ്ടല്ലേ, ആ സ്നേഹവലയത്തിൽ നമ്മളെ കാത്തു സൂക്ഷിച്ചത് കൊണ്ടല്ലേ. ദൈവമേ നിനക്ക് നന്ദി. ദൈവമേ നിന്റെ നിരന്തരമായ സ്നേഹത്തെ ഓർത്ത് നന്ദി. നിന്റെ അനുധാവനം ചെയ്യുന്ന ആ കാരുണ്യത്തിന് നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയേ നന്ദി. കരങ്ങളടിച്ച് പാടി പ്രാർത്ഥിക്കും. ഇന്നതല്ല നാം ദൈവം നമ്മെ നിർത്തിയതാ, നേടിയതല്ല ദൈവമെല്ലാം തന്നതല്ലേ. ആമേൻ. ഇന്നതല്ല നാം ദൈവം നമ്മെ നിർത്തിയതാ, നേടിയതല്ല ദൈവമെല്ലാം തന്നതല്ലേ. Yes, Lord. നടത്തിയ വിധങ്ങൾ ഓർത്തിടുമ്പോൾ ആമേൻ. നന്ദിയോടെ നാഥന് സ്തുതി പാടിടാം. നടത്തിയ വിധങ്ങൾ ഓർത്തിടുമ്പോൾ നന്ദിയോടെ നാഥന് സ്തുതി പാടിടാം. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിനു സ്തോത്രം, ഇതുവരെ കരുതിയ രക്ഷകന് സ്തോത്രം. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരുഹിതം പോ. ഈശോയേ, ഈശോയേ, ഈശോയേ നിനക്ക് നന്ദി. ഈശോയെ, എൻ്റെ ജീവിതം കൊണ്ട് ഒരു പുതിയ കീർത്തനം ആലപിക്കാൻ നീ എന്നെ സഹായിക്കും. ദൈവമേ, ഈ ദിവസക്കാലം നിന്റെ പുത്തൻ സ്നേഹത്തിന്റെ അനുഭവം പ്രഘോഷിക്കാൻ, പ്രകീർത്തിക്കാൻ നീ എന്നെ അനുവദിക്കണം. ഓ ദൈവമേ, സാധ്യതകളോ അസ്തമിച്ചു പോയിടുമ്പോ, ആമേൻ. സോദരങ്ങളോ അകന്നങ്ങു മാറിടുമ്പോ, Yes, Lord. സാധ്യതകളോ അസ്തമിച്ചു പോയിടുമ്പോ, സോദരങ്ങളോ അകന്നങ്ങു മാറിടുമ്പോ, സ്നേഹം തന്നു വീണ്ടെടുത്തു യേശുനാഥൻ, സകലത്തിലും ജയം നൽകുമല്ലോ. ആമേൻ. സ്നേഹം
ഇത്രത്തോളം ജയം തന്ന ദൈവത്തിന് സ്തോത്രം. ഇതുവരെ കരുതിയ രക്ഷകന് സ്തോത്രം. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരുഹിതം പോൽ. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരുഹിതം പോൽ. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിന് സ്തോത്രം. ഇതുവരെ കരുതിയ രക്ഷകന് സ്തോത്രം. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിന് സ്തോത്രം. ഇതുവരെ കരുതിയ രക്ഷകന് സ്തോത്രം. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരുഹിതം പോൽ. 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 ഇനിയും നടത്തണേ തിരുഹിതം പോൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. തിരുഹിതം പോൽ. യേശുവേ ഞങ്ങൾ ആരാധിക്കുന്നു. യേശുവേ ഞങ്ങൾ ആരാധിക്കുന്നു. യേശുവേ ആരാധന, യേശുവേ ആരാധന, ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന, ആരാധന. യേശുവേ ആരാധന. ഹല്ലേലൂയ. മുട്ടുകുത്താൻ സാധിക്കുന്ന എല്ലാ മക്കളും ഈ നിമിഷം മുട്ടുകുത്തുന്നു. കരങ്ങൾ ഈശോയിലേക്ക് നീട്ടിപ്പിടിച്ച് സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോ